പക്ഷേ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. അതായത് ഒരു ഗുരു പകർന്നു കൊടുക്കുക, ഒരു ആളുടെ അടുത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാത്തിനും ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവില്ലേ. ഞാൻ ആണ് ഗുരുവെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത്. അയാൾ അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യമായിരിക്കും അടുത്ത ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത്. ചിലപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞത് അവിടെ ഇസഡ് ആയിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ 10 തലമുറയ്ക്ക് ശേഷം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഐഡിയ തന്നെ ആവണമെന്നുണ്ടോ അവസാനം എത്തിയിട്ടുണ്ടാവുക? ഇവിടെയാണ് വേദത്തിന് അടിസ്ഥാനം ഗ്രന്ഥങ്ങളാണ്, തന്ത്രത്തിന് അടിസ്ഥാനം ഗുരുവാണ്. എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ ഗുരുവാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ചോദിക്കാൻ കാരണം. അപ്പോൾ തന്ത്രം എന്ന് പറയുന്നത് ഒരു അഭിപ്രായം പോലെ തന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്. വേദം അറിവാണ്. ഓക്കെ, തന്ത്ര ഈ അറിവിനെ അറിയാനുള്ള മാർക്കാണ്. ഒന്ന് എക്സ്പീരിയൻസാണ്, ഒന്ന് കേവല നോളജ് മാത്രമാണ്. അതുകൊണ്ട് തന്ത്രശാസ്ത്രമാണ്. പിന്നെ കൗല സമദർശനം, ദർശനം ശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരു താന്ത്രികനാവണമെങ്കിൽ തന്നെ അയാൾ ഒരു ബേസിക് കിട്ടിയിരിക്കണം. ആ ബേസിക്കാണ് വേദം, അറിവ്. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ പറയുന്ന അക്കാഡമിക് വാല്യൂ മാത്രം വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ തന്നെ ശ്രവണം, മനനം, നിധിധ്യാസം എന്നിട്ടൊരു ഭാഗമുണ്ട്. സന്യാസം സ്വീകരിക്കണമെങ്കിൽ ഉള്ളതാണ്. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അനുഭവമാണ്. പ്രാക്ടിക്കലി അനുഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയാൻ എളുപ്പമാണ്. അഹം ബ്രഹ്മാസ്മി, ശോഹം, ക്ലേ, തത്വമസി ഒക്കെ നമുക്കിങ്ങനെ പറയാം. പറഞ്ഞതൊക്കെ ഇവർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എന്നോ ഈ ധർമ്മം ഇത്ര ആക്ഷേപിക്കപ്പെടുന്ന പോലെ ആവില്ല. അപ്പോൾ പറയുന്നതാണ് ഇതൊക്കെ. പറയുന്നതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ നമുക്ക് അനുഭവം വേണം. ഇതൊക്കെ നിങ്ങളും ബ്രഹ്മം നമ്മളും ബ്രഹ്മം നമുക്ക് ബോധ്യം വേണം. ആ ബോധ്യത്തിനുള്ള മാർഗ്ഗതന്ത്രം അവിടെയാണ് ഗുരുവിന്. മറ്റേ ടെക്സ്റ്റിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ചാതുർവർണ്ണ്യം നമ്മൾ പറയും, ഗുണകർമ്മം എന്ന് പറയും. പക്ഷേ ടെക്സ്റ്റുകളൊക്കെ അത് ജന്മപാരമ്പര്യത്തിലൂടെ കടന്നു പോവുകയും അതിനുശേഷം 1-2 വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പോലും ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞ് അവരെ ബ്രാഹ്മണ ബീജത്തോട് അടുപ്പിക്കുന്ന ക്ഷത്രിയ ഈ ത്രൈവർണികൾക്കൊപ്പം നിർത്തും. ശൂദ്രനെ പെടുത്തില്ല, ഇതുവരെ നിർത്തും. എന്തെങ്കിലും ഒരു ബന്ധം എവിടെയെങ്കിലും എന്നിട്ട് അങ്ങനെയെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളല്ലത് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി, ഈ കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു ബീജത്തിൻ്റെ ഫോളോ അപ്പുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ താന്ത്രിക പൂജ പഠിച്ചു എന്നൊക്കെ കരുതുക, ക്ഷേത്ര പൂജയൊക്കെ പഠിച്ചു എന്ന് കരുതുക. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്ന വെച്ചാൽ നിങ്ങളും ദെൻ ഒരു ഈ ജന്മം കൊണ്ട് ഇങ്ങനെ പിറന്നു വന്ന ഒരാൾ, ഇപ്പോൾ നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ സമൂഹം എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ 2ാം നമ്പറായിട്ടേ കാണുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അടിയുറച്ച് കഴിഞ്ഞു. കാരണം ഇതിന് മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് മാറ്റണം. ടെക്സ്റ്റ് മാറ്റാൻ പറ്റില്ല. അതാണ് ടെക്സ്റ്റിൻ്റെ പതിയ. അതുകൊണ്ടാണ് പറഞ്ഞത് തന്ത്രം അങ്ങനെയല്ല. തന്ത്ര നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തന്ത്രത്തിൽ ഗുരുവാണ്. എന്ത് പഠിച്ചാലും ഗുരു. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഗുരു നമുക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ മലബാര തന്ത്രം, ട്രൈബൽ തന്ത്രം, അതുപോലെ തന്നെ ഇപ്പോൾ ടെമ്പിൾ വർഷിപ്പ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് കൂടാതെയാണ് നമ്മൾ കൗളമാർഗ്ഗം, അതിൽ തന്നെ ശ്രീവിദ്യാ സമ്പ്രദായം. അപ്പോൾ അതിൽ നമ്മൾ പറയുക, അതിൽ ശിവനെ ആദിനാഥൻ എന്നാണ് പറയുക. ആദിനാഥൻ, അപ്പോൾ ശിവൻ ആദിനാഥൻ തൊട്ടിട്ട് നമ്മൾ വരെ ഉള്ള സംഖ്യ 240. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ നിന്ന് ആദിനാഥിൽ നിന്ന് അടുത്ത ഗുരുവിലേക്ക് ഇങ്ങനെ പറഞ്ഞു ശക്തിക്ക് പുറത്ത് അങ്ങനെ പറഞ്ഞു എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ എത്തുമ്പോൾ 240 സംഖ്യ. അപ്പോൾ ചോദിക്കും, ആ പണ്ട് ശിവൻ പറഞ്ഞു തന്നെയാണോ അല്ലെങ്കിൽ ആദിനാഥൻ പറഞ്ഞു തന്നെയാണോ ചണ്ടളവ് പറയാം? അല്ല, മാറും. എൻ്റെ ഗുരുവിൻ്റെ അനുഭവം അറിവും പറഞ്ഞു പ്ലസ് എന്നോട് പറഞ്ഞു നീ സ്വയം ആർജിക്കുകയെന്ന്. അതിന് ഞാൻ മാനദണ്ഡം എന്താണ്? അതായത് ഒരു ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്ത് മാനദണ്ഡത്തോടു കൂടിയാണ് ഒരാളെ സമീപിക്കേണ്ടത്? അയാൾക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം ഉണ്ടാവും, ഈഗോക്കെ ഉണ്ടായിരിക്കും. അത് പോകാൻ വേണ്ടി അവിടെ അഷ്ടപാശങ്ങൾ ഇല്ലാത്തവനെ ഇല്ലാണ്ടാക്കുക എന്ന ഗുരു പ്രത്യക്ഷമൊന്നും ചെയ്യുന്നില്ല. പാശം എന്ന് പറഞ്ഞാൽ കയറാൻ കേട്ടോ. എന്തൊക്കെയാ? അവിടെയാണ് ഘൃണ, ലജ്ജ, ഭയം, ശോകം, ജുഗുപ്സ, ചേതി, പഞ്ചമ, ശീലം, കുലം, തഥാചാരി, അഷ്ടൗ പാശ പ്രകൃത, പാശബന്ധ പശുജ്ഞേയ, പാശമുക്ത സദാശിവ എന്നുള്ള പ്രമാണം. അറപ്പ്, വെറുപ്പ്, നാണം, ഭയം, ദുഃഖം, ശീലങ്ങൾ, കുലബോധം, ജാതിബോധം, 8 കാര്യങ്ങൾ. ഇതില്ലാണ്ടാക്കുക എന്ന ഗുരുവിൻ്റെ അർത്ഥം. അതിന് ഏത് മാർഗവും ഗുരു ഉപയോഗിക്കും. പക്ഷേ ഈ ഉപയോഗിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കില്ല ശിഷ്യ. ഇപ്പോൾ നമ്മൾ ഈ മിലിറ്ററി ക്യാമ്പിലോ അല്ലെങ്കിൽ പോലീസ് ക്യാമ്പിലൊക്കെ പോകുമ്പോഴേ കോയി ആളുകളുടെ ചോദിച്ചോക്കൊണ്ടു അവർ സീനിയേഴ്സ് തെറി വിളിക്കും, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ആ തെറി കേട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അതിനുണ്ടായിരിക്കും. എന്തിനാ അവർ തെറി വേണം? അവരോടുള്ള ദേഷ്യമുണ്ടോ? ചോദിച്ചു നോക്കൂട്ടോ. തെറി എല്ലാവരും പോകുന്നില്ല ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നറിയോ? ഇവൻ ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവൻ സെലക്ഷൻ കിട്ടി വരുന്ന സമയത്ത് ഇവൻ വല്ല വിക്കറ്റിങ് നടക്കുന്നത് അടിക്കാൻ വേണ്ടി പോകും. ആദ്യം അങ്ങനെയുള്ള പോവുക. അപ്പോൾ മറ്റും ഫോടാ പോലീസെ തെണ്ടി ചെറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവരിതിങ്ങനെ ഒരു തമാശ പോലെ തോന്നണമെങ്കിലേ ഇതൊക്കെ ആദ്യമേ കഴിയണം. തന്ത്രത്തിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങിയിട്ട് എന്ത് കേട്ടാലും ഏത് തന്ത്രം, അതുകൊണ്ട് കൗളമാർക്കാണെങ്കിൽ പറയുക, ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുക ഈ
ചതുരാശ്രമങ്ങളില്ലേ അവിടെ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഗൃഹസ്ഥാശ്രമം, അതിനുശേഷം നമ്മളെന്താ ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് സ്വതവേ ഹിന്ദുക്കൾ കിട്ടും. 5ാമത്തെ ആശ്രമത്തെക്കുറിച്ച് കേട്ടില്ല. 5ാമതൊരു ആശ്രമമുണ്ട്, അത് അവധൂതാശ്രമമാണ്.